നമുക്കറിയാം ഈ നൂറ്റാണ്ട് ഞാൻ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ കാരുണ്യം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. നന്മയില്ലാതെ നമ്മുടെ ജീവിതം നാം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ കാരുണ്യം അത് വറ്റിക്കൊണ്ട് ഇതര മതസ്ഥരായ ആളുകളാകട്ടെ, അയൽവാസികളാകട്ടെ, ബന്ധപ്പെട്ടവരാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവരോട് കരുണയില്ലാതെ, കാരുണ്യമില്ലാതെ, അവരോട് നന്മയുടെ വാക്ക് പറയാതെ നമ്മൾ അവരോട് തിന്മയോടുകൂടി പെരുമാറിയിട്ട് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മത്തിനോട് പറഞ്ഞത് നിങ്ങൾ നന്മയോടുകൂടി ജീവിക്കാനാണ്. നമ്മുടെ ഹൃദയത്തിൽ ഏറെ കാരുണ്യം നിറയ്ക്കുകയും എല്ലാ ആളുകളോടും, സന്താനങ്ങളാകട്ടെ, മക്കളാകട്ടെ, അതുപോലെ തന്നെ മാതാപിതാക്കളാകട്ടെ, അതുപോലെ തന്നെ സഹോദരനാകട്ടെ, സഹോദരിയാകട്ടെ, അന്യമതസ്ഥരാകട്ടെ, അവരോട് കാരുണ്യത്തോടെ പെരുമാറണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ നന്മയില്ലാതെ ചിന്മ എന്ന പാതയിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ, ശൈത്താന്റെ വഴിയിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ റബ്ബിനെ കുറിച്ചിട്ട്, സിട്ടാവിനെ കുറിച്ചിട്ട്, അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത നാം ഏവരും കൊണ്ടുവരേണ്ടതുണ്ട്. റബ്ബിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. ഏറെ കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ ആ കാരുണ്യത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് അല്ലാഹു നൽകിയ ഒരുപാട് സൗകര്യങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് നാം റബ്ബിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഒന്ന് കരയാനോ അല്ലെങ്കിൽ തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ട് റബ്ബിലേക്ക് മടങ്ങാനോ നമുക്ക് ആകുന്നില്ല. ഒരുപാട് കാരുണ്യം അല്ലാഹു നൽകിയിട്ടുണ്ട്. ലോകത്ത് ഒരുപാട് ഗ്രഹങ്ങളും അതുപോലെ തന്നെ നക്ഷത്രങ്ങളും ഗാലക്സികളും രാജാതിരാജനായ തമ്പുരാൻ പടച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മാമലകളും പച്ചപ്പരവതാനികളും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചുകൊണ്ട് വിവിധതരം ജീവികൾ, അതുപോലെ തന്നെ ജീവജാലങ്ങൾ എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലോ നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അല്ലാഹു എനിക്ക് കണ്ണ് നൽകിയതോ, കാണാൻ അല്ലാഹു കണ്ണ് നൽകിയില്ല, കേൾക്കാൻ ചെവി നൽകിയില്ല, അല്ലാഹു എന്ന് ഓരോ അവയവം അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരത്തിൽ നൽകിയിട്ടുണ്ടെങ്കിലോ നാം റബ്ബിനെ മറന്നുകൊണ്ട്, സിട്ടാവിനെ മറന്നുകൊണ്ട്, നന്മയില്ലാതെ തിന്മയിലൂടെ, ചിന്മയുടെ പാന്താവിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു വെച്ചത് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുവാൻ, എന്നാൽ ആകാശത്തുള്ളവരോട് കാരുണ്യം കാണിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. എന്നാൽ നാം ഇന്ന് തീവ്രവാദവും അതുപോലെ തന്നെ പീഡനങ്ങളും അതുപോലെ തന്നെ മറ്റു മതസ്ഥരോട് നാം തിന്മയോടുകൂടി കഴിഞ്ഞിട്ട് അയൽവാസികളോട് പോലും കാരുണ്യം കാണിക്കാതെ നമ്മുടെ ഹൃദയങ്ങളിൽ കരുണയില്ലാതെ കരുണ വറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിൽ റബ്ബിനെ കുറിച്ചിട്ട്, സിട്ടാവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത, കാരുണ്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. നന്മ ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ ഏറെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് നമ്മളിലേക്ക് പ്രബോധനം നടത്തിയത്. സഫായ നബിതങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് ഒരുപാട് വേദങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ത്വായിഫിന്റെ മണൽത്തരികളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെന്നപ്പോ ത്വായിഫിന്റെ മണ്ണിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെന്നപ്പോ അവിടുത്തെ ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർദ്ധിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ അവിടുന്ന് ക്രൂരമായിട്ട് അവിടുന്ന് വർദ്ധിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരങ്ങളിലേക്ക് കല്ലെറിയുകയാണ്.
അവിടുന്ന് കാർക്കിച്ചു തുപ്പുകയാണ്. എന്നിട്ട് മഹാനായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, ഈ മാമലകളെ, ഈ മരങ്ങളെ ഞാൻ ഇവരോടൊപ്പം മരിക്കട്ടെയോ, ഈ സമുദായത്തിന്റെ മേലെയാണ് മരിക്കട്ടെയോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജിബ്രീലേ, വേണ്ട ജിബ്രീലേ, ഈ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ തീരത്തെ കഴിഞ്ഞാൽ അതെത്ര നല്ലതാണെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് വേദഗ്രന്ഥങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുന്നതിന് മുമ്പേ നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്കറിയാം, അന്യമതസ്ഥരായിരുന്ന ആളുകളുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഭഗവത്ഗീതയിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അവര് പറഞ്ഞത് ലിംഗചേതി ശിഖാഹീന ശ്മശ്രുജാതി സവിശുക ഉച്ചാല പീസർവദശി എന്ന് തുടങ്ങിയിട്ട് മറ്റു മതക്കാരുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഈ നൂറ്റാണ്ടുകളിലേക്ക്, ഈ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോ, 6-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു വരുമ്പോ അന്യമതസ്ഥരുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചിട്ട് പറയുകയാണ്. അവരെങ്ങനെയാ കടന്നു വരിക? അവർ തൊട്ടുനിൽക്കുന്നവരാണ്, അവർ താടി വളർത്തുന്നവരാണ്, പക്ഷേ അവർ പന്നിയെ ഭക്ഷിക്കുകയില്ല എന്ന് ഒരുപാട് വേദനകൾ നമ്മോട് ഉദ്ഘോഷിക്കുമ്പോ, നമ്മോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തആല 6-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു വന്നില്ലേ എന്റെ പ്രിയമുള്ളവരെ? എന്റെ 6-ാം നൂറ്റാണ്ടിന്റെ സ്ഥിതിഗതിയെ ഒരു പെൺകുട്ടി ജനിച്ചാൽ ജീവനോട് വിളിച്ചു കൂടുന്ന 6-ാം നൂറ്റാണ്ടിലേക്ക് സത്യദീനിന്റെ വാഹകരായിട്ട് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാണ്. സാധനത്തിന്റെ പടപ്പാട്ട് പാടുകയാണ്. സ്നേഹത്തിന്റെ വാത്സല്യനിധിയായ കാരുണ്യത്തിന്റെ പ്രവാചകനായ കരുണയുടെ പ്രവാചകനായിരുന്ന കാരുണ്യത്തിന്റെ നേതാവായ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നിട്ട് പെൺകുഞ്ഞിനെ കൈപിടിച്ചുകൊണ്ട് തന്റെ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയാണ്, ചേർത്ത് പിടിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണേ, എത്രയോ ആളുകൾ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ സാന്ത്വന തീരത്തെ കാണിച്ചവരുണ്ടല്ലോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമുക്കറിയാം, സംഗീതജ്ഞനായിരുന്ന അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ മുസ്ലിം രാഷ്ട്രമായിരുന്ന മൊറോക്കോ സഞ്ചരിക്കാൻ വേണ്ടി കിട്ടുപോയി. മൊറോക്കോ ആ മുസ്ലിം രാഷ്ട്രത്തിലേക്ക് ചെല്ലുകയും ആ മൊറോക്കോ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ എത്തുകയും ആ രാഷ്ട്രത്തിന്റെ ആ രാജ്യത്തിന്റെ സ്ഥിതികളിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ട അവിടുന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വാക്യങ്ങൾ വചനങ്ങൾ കേൾക്കുകയാണ്. പോപ്പ് സംഗീതജ്ഞനായിരുന്ന മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്തിൽ എത്തിയ പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുകയാണ്. തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാരെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് മ്യൂസിക്? വാട്ട് ഈസ് ദ മ്യൂസിക്? ഇതിന്റെ മ്യൂസിക്കാണ് കൂട്ടരെ, ഇതിന്റെ മ്യൂസിക് എന്താണ്? ഇതിന്റെ മ്യൂസിക് എന്താണ് എന്റെ പ്രിയമുള്ളവരെ എന്ന് തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപാഠികളോട് ജൻസീവനെ ചോദിച്ചപ്പോഴാ, രാജ്യത്തെ ആളുകളോട് ചോദിച്ചപ്പോഴാ അവിടുത്തെ ആളുകൾ പറയുന്നു, ദൈവത്തിന്റെ സംഗീതമാണ്, ദൈവത്തിന്റെ സംഗീതമാണ് എന്ന് ജൻസീവനോട് തന്റെ സഹപാഠികൾ പറഞ്ഞപ്പോ ജൻസീവൻ ചോദിച്ചു, ദൈവത്തിന്റെ സംഗീതമോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ദൈവത്തിന്റെ സംഗീതം. മ്യൂസിക്കോ പവറിന് വേണ്ടിയിട്ട്, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള സംഗീതം ഞാൻ കേട്ടിട്ടുണ്ട്. മ്യൂസിക്കോ മണി പണത്തിന് വേണ്ടിയിട്ടുള്ള സംഗീതം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ മ്യൂസിക്കോ ദൈവത്തിന്റെ സംഗീതം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. മൊറോക്കോ എന്ന് പറയുന്ന മുസ്ലിം രാഷ്ട്രം സന്ദർശിച്ച എന്ന് പറയുന്ന പോപ്പ് സംഗീതജ്ഞൻ തന്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. എന്നിട്ട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു കടലാമൽപ്പൻ കടൽ തീരത്ത് ജൻസീവൻ അങ്ങനെ കുളിക്കുകയാണ്. ജൻസീവൻ കുളിക്കുന്ന സമയത്ത് തന്റെ കടൽ തീരങ്ങൾ എങ്ങോട്ടോ കൊണ്ടുപോവുകയാണ്. തന്റെ കടൽ തീരങ്ങൾ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. ജൻസീവൻ ഉറക്കെ വിളിച്ചു, മൈഗോഡ്, എന്റെ ദൈവമേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് ജൻസീവന് ഉറക്കെ ദൈവത്തെ വിളിച്ചുകൊണ്ട് കടൽ തീരത്ത് ഇങ്ങനെ കുളിക്കുമ്പോ അറിയാതെ കടൽ തീരങ്ങൾ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു.
ഒന്ന് വൈകോ എന്റെ ദൈവമേ എന്നെ നീ രക്ഷപ്പെടുത്തേണമേ. നിന്റെ വഴികളിലൂടെ ഞാൻ നടക്കാം. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കാൻ എന്റെ ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കളില്ലേ, അത് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കാമെന്ന് ക്യാൻസീവനവിടുന്ന് ദൈവത്തെ വിളിക്കുകയാണ്. എന്നാൽ ക്യാൻസീവൻ രക്ഷപ്പെട്ടു. അങ്ങനെയിരിക്കെ ഇസ്രായേൽ സന്ദർശിച്ചുകൊണ്ട് കടന്നു വന്നതിന്റെ സഹപാഠി വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വചനങ്ങൾ ഇങ്ങനെ കേൾപ്പിക്കുകയാണ്. ക്യാൻസീവൻ ഇങ്ങനെ കാതോർക്കുകയാണ്. സുന്ദരമായ വചനങ്ങളാ, എന്തോരു സുന്ദരമായ വചനങ്ങളാ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് കേട്ടുകൊണ്ടല്ലേ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ശാസ്ത്ര തീരത്തെ കണഞ്ഞ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമറല്ലേ അണഞ്ഞത്. എന്നാൽ ക്യാൻസീവൻ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പിന്നെ അദ്ദേഹം പേര് സ്വീകരിച്ചു ഷെയ്ഖ് യൂസുഫുൽ ഇസ്ലാം. എന്റെ പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയകൾ അധികരിച്ചു വരുന്ന കാലഘട്ടമാണല്ലോ. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ സന്ദർശിച്ചാൽ, യൂട്യൂബിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ ക്യാൻസീവന്റെ അഥവാ യൂസുഫുൽ ഇസ്ലാമിന്റെ മധുരമായ ഗീതങ്ങളിലെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ ഇസ്ലാമിന്റെ സ്വന്തം തീരത്തെ കണിഞ്ഞിട്ടുണ്ട്. അവര് ഈ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, ഈ മതത്തെ കുറിച്ച് പഠിച്ചു, ഇതിലെ ഓരോ കാര്യങ്ങളും പഠിച്ചു. എല്ലാവരോടും സ്നേഹത്തോടുകൂടി സാന്ത്വനത്തോടുകൂടി എല്ലാവരോടും ഒരുപോലെ അവരോടൊന്ന് പെരുമാറുകയാണ്. സ്വഭാവം അത് തന്നെയാണ്. ആരെയും വേർതിരിച്ച് കണ്ടില്ല. മുതിർന്ന വലിയ പണക്കാരെന്നോ പാമരനെന്നോ എന്ന് തിരിച്ചില്ല. എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഈ ഇസ്ലാമിനെ പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ഇസ്ലാമിനെ ഇങ്ങനെ നമ്മളിലേക്ക് പ്രബോധനം നടത്തിയെടുത്തില്ല. തങ്ങളെ ഈ സന്തനത്തിന്റെ മതമായ, ഈ സ്നേഹത്തിന്റെ മതമായ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ തീരത്തേക്ക് അണഞ്ഞുകൊണ്ട് ജനിച്ചത് തന്റെ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട്, തന്റെ മുസ്ലിം പേര് ധരിച്ചുകൊണ്ട്, ഇസ്ലാമിലാണെന്ന് പറഞ്ഞുകൊണ്ട് പീഡനത്തിലേക്ക് കടന്നു ചെല്ലുന്ന, വിചാരത്തിലേക്ക് കടന്നു ചെല്ലുന്ന പെങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിരുന്നത് കാരുണ്യത്തിന്റെ മതമാണ്. ഈ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പീഡനത്തിലേക്ക്, വിചാരത്തിലേക്കോ അതുപോലെ തന്നെ കൊലയിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ ചെറുപ്പക്കാരികളെ, തന്റെ കാമപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ദോഷങ്ങളും അതുപോലെ തന്നെ മുരുകൾ തേടിക്കൊണ്ട് കിടക്കുന്ന പെൺകുട്ടികൾ അതുപോലെ തന്നെ ഗുണാക്കനാലിലൂടെ സഞ്ചരിച്ചുകൊണ്ട് തേടി പിടിച്ചുകൊണ്ട് അവരോട് തന്റെ കാമപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, ഈ പട്ടണത്തിലൂടെ ഇറങ്ങി നടക്കേണ്ടവളല്ല, ഈ ടൗണിലൂടെ ഇറങ്ങി നടക്കേണ്ടവളല്ല. നിനക്ക് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാകും, എന്റെ മനസ്സിൽ വല്ലാതെ സന്തോഷമുണ്ടാകും വിനോദങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പെക്കൂച്ചുമായി കൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ അലസരപ്പെടുത്തുമ്പോ, നമ്മുടെ ജീവിതത്തിൽ മരിക്കുമ്പോ തിന്മയിലൂടെ, തിന്മയുടെ പാതാവിലൂടെ നമ്മൾ കടന്നു പെണ്ണേ ഹൃദയത്തിലേക്ക് അഹങ്കാരം കുറിച്ചിട്ടുള്ളൊരു ചിന്തയാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത്. നിനക്ക് വീട്ടിൽ അടങ്ങിയിരിക്കല, അതല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് നിനക്ക് കണക്കടിക്കാനുള്ളതല്ലടി. എന്റെ ചെറുപ്പക്കാരോടൊപ്പം, എന്റെ സഹോദരന്മാരോടൊപ്പം, എന്റെ കൂട്ടുകാരോടൊപ്പം വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഭയപ്രേമികളുള്ള ചുംബന സമരത്തെ പോലെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോ എന്റെ പെണ്ണെ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പേക്കൂത്ത് അത് അല്ലാഹു ഓർക്കില്ല കേട്ടോ.
കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകലാണ്. അതല്ലാതെ അശ്ലീലമായ ഫോട്ടോകൾ കൈമാറാനോ അതുപോലെ തന്നെ അശ്ലീലമായ വീഡിയോകൾ കൈമാറാനും വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പും ഫേസ്ബുക്കോ അല്ലാഹു കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ പിന്നെ വേണ്ട, നിന്റെ ഹൃദയങ്ങളിൽ തിന്മ ഉണ്ടാവില്ലടിയേ. നിന്റെ മനസ്സിൽ തിന്മ ഇറക്കില്ല. റബ്ബിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. പെണ്ണേ, നിനക്ക് പാഠമാണ്. വിശ്വാസിയായ അല്ലാഹുവിലേക്ക് ഒളിച്ചോടിപ്പോയ ഉമ്മാറയുടെ കഥകള് എന്റെ ഉമ്മാറയുടെ ചരിത്രത്തിലേക്ക് നാം ഒന്ന് എത്തി നോക്കിയാൽ എന്റെ ഉമ്മാറയുടെ കഥയിൽ നമുക്ക് പഠിക്കാനുള്ളത്, ജീവിതത്തിൽ പഠിക്കാനുള്ളത്, ഉമ്മാറയുടെ കഥയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഉമ്മാറയുടെ കൃത്യങ്ങളിലേക്ക് അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്തയല്ലാതെ സിതാവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്തയല്ലാതെ വേറെ ഒരു ചിന്തയില്ല. അല്ലാഹുവിലേക്ക് ഒളിച്ചോടിപ്പോയ സഹോദര, നിങ്ങൾ മനസ്സിലാക്കണേ. മസ്ജിദ് അംഗണത്തിൽ ഒരുമിച്ച് കൂടിയ എന്റെ പെണ്ണേ, നിന്റെ കണ്ണൊന്ന് തുറക്കൂ, നിന്റെ ഹൃദയം ഒന്ന് തുറക്കടി, നിന്റെ മനസ്സൊന്ന് തുറക്കടി. എന്നിട്ട് ഈ കഥയിൽ നിന്നും ഒരുപാട് പാഠങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. അതല്ലാതെ പെണ്ണേ വായനോത്തിന് സീരിയൽ നടിമാരോടൊപ്പം അവരുടെ വേവലാതികൾ, അവരുടെ പേക്കൂത്ത് കണ്ടുകൊണ്ട്, അവരുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് കണ്ണുനീര് വരാൻ പാടിയോടി. അതിനല്ല നീ വേവലാതിപ്പെടേണ്ടത്, അതിനല്ല നീ സങ്കടപ്പെടേണ്ടത്. എന്റെ ഉപ്പ നിങ്ങൾ ചിലപ്പോൾ കൂട്ടുകൂടിയേക്കാം. നിങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് സിനിമാ നടിമാരെ നിങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് നിങ്ങൾ നടക്കുമ്പോ എന്റെ പെണ്ണേ, എന്റെ ചെറുപ്പക്കാരാ, കൃത്യങ്ങളിലേക്ക് നാം ഏറെയോ കൊണ്ടു നടക്കേണ്ടത് ഹൃദയാന്തരങ്ങളിലേക്ക് റബ്ബിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്തയാ വേണ്ടത്, സിദ്ധാവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്തയാ വേണ്ടത്. മഹലിയായ ഉമ്മാറ, എത്രയോ രാജാക്കന്മാർ വന്നുകൊണ്ട് ചോദിച്ചോ കല്യാണം ആലോചിച്ചതാ, പക്ഷേ അവരുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കില്ല. ഒരുപാട് പാടക്കാര് കടന്നു വന്നതാ, പക്ഷേ ഉമ്മാറ വിവാഹത്തിന് തയ്യാറായില്ല. ഒരുപാട് രാജാക്കന്മാര് കടന്നു വന്നതാ, പക്ഷേ ഉമ്മാറ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കെ വലിയൊരു രാജാവ് ധനാഢ്യനാണ്, കുതിരകൾ തരാം, ഒട്ടകങ്ങൾ തരാം, തന്റെ സമ്പത്ത് മുഴുവൻ പേരിലെഴുതാ, നിനക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, നിനക്ക് എല്ലാം ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാറെ വിവാഹം ആലോചിക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്ന രാജാവ് ഉമ്മാറയോട് ചോദിക്കുന്നു, ഉമ്മാറ, നിന്നെ വല്ലാതെ എനിക്ക് സ്നേഹമാണ്, നിന്നോട് വല്ലാതെ എനിക്ക് പ്രണയമാണ്, നിന്നോട് എനിക്ക് വല്ലാത്ത പ്രേമമാണെന്ന് രാജാവ് കടന്നു വന്നുകൊണ്ട് ഉമ്മാറയോട് പറയുമ്പോ മഹലിയായ ഉമ്മാറ പറയുന്നു, രാജാവേ, രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നതാ. രാജാവ് പറഞ്ഞു, പെണ്ണേ ചോദിച്ചോ, രണ്ട് കാര്യങ്ങളല്ലേ, ഇതിന് ഞാൻ ഉത്തരം കാര്യങ്ങൾ ഞാൻ ചോദിച്ചു, ആ രണ്ട് കാര്യങ്ങൾക്ക് നീ ഉത്തരം നൽകണം രാജാവേ. എന്നാൽ അതിന് ആൻസർ നൽകിയാൽ നിന്നോടൊപ്പം ഞാൻ സഹധർമ്മിണിയായിട്ട് കൂടെ പോരാമെന്ന് രാജാവിനോട് വിശ്വാസിയായ മഹലിയായ ഉമ്മാറ ചോദിക്കുന്നു. രാജാവ് പറയുന്നു, പറയൂ ഉമ്മാറ. രാജാവിനോട് ഉമ്മാറ പറയുന്നു, ഒന്നാമത്തെ ചോദ്യമേതാ, ഒന്നാമത്തെ ചോദ്യമേതാ, ഞാൻ എപ്പോഴാ മരണപ്പെടുക, അസ്റായീൽ എന്റെ അടുക്കലേക്ക് കടന്നു വരിക, എന്നിട്ട് എന്റെ റൂഹെപ്പോഴാ പിടിക്കുക എന്ന് ഒന്ന് പറയണേ രാജാവിനോട്
ഉമ്മാമാർ ചോദിക്കുമ്പോ രാജാവ് പറയുമ്പോ ഉമ്മാറാ ഞാനെങ്ങനെയാ അറിയുക? എനിക്ക് ഞാനെപ്പോഴാ മരിക്കുക, ഞാനെപ്പോഴാ മരണപ്പെടുക എന്നറിയില്ലല്ലോ. പിന്നെ എങ്ങനെയാ മകനിയെ താങ്കൾ എപ്പോഴാ മരണപ്പെടുക? താങ്കളുടെ ആഗ്രഹത്തിലേക്ക് താങ്കളുടെ അടുക്കലേക്ക് എങ്ങനെയാ ഇസ്രായേൽ കടന്നു വരിക എന്നറിയില്ല എന്ന് രാജാവ് പറയുമ്പോ ഉമ്മാമാർ പറയുന്ന രണ്ടാമതായിട്ട് ഞാൻ ചോദിക്കുക എന്നാലും അവിടുന്ന് ചോദിക്കുമ്പോ രാജാവ് പറയുമ്പോ പറഞ്ഞു പറഞ്ഞാൽ ഉമ്മാമാർ രണ്ടാമതായിട്ട് രാജാവിനോട് പറയുമ്പോ രാജാവേ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. നാളത്തെ പരലോകമല്ലേ അശ്റാമസ്സമയുടെ സിദ്ധാവിന്റെ മുമ്പിൽ കടന്നുകൊണ്ടിരിക്കുമ്പോ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിന്റെ അരികെ ഞങ്ങളവിടെ കഴിയുമ്പോ നന്മ ചെയ്തവരെ പർവ്വതം പോലെ പാൽ പറന്നുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് അയക്കുമ്പോ രാജാവേ തിന്മ ചെയ്ത ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിയില്ലേ സിദ്ധമായ ഓരോ ആളുകളോ പരലോകത്തങ്ങൾ ചെന്നെത്തുമ്പോ രാജാവേ എന്റെ അവസ്ഥ എന്താ? നന്മയും തിന്മയും തൂക്കുന്ന തുലാസിനരികെ എന്റെ അവസ്ഥ എന്താ? ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കഴിയുമോ എന്ന് രാജാവിനോട് ഉമ്മാമാർ ചോദിക്കുമ്പോ രാജാവ് പറയുന്നു എനിക്കറിയില്ല, എന്റെ കാര്യം എന്താന്ന് പോലും എനിക്കറിയില്ല എന്ന് ഉമ്മാമാരോട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കേണ്ടത്, എന്റെ ഉമ്മാമാരെ എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കേണ്ടത് ഉമ്മാമാറ എന്ന് പറയുന്ന മകനീ അവരുടെ മനസ്സകത്ത് റബ്ബിനോടുള്ള അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നു. റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് സിദ്ധാവിലേക്ക് മടങ്ങിക്കൊണ്ട് ജീവിച്ചവരാണ് മഹനിയായ ഉമ്മാമാറ. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലാഹു നന്മയേറെ നൽകുമാറാകട്ടെ. അല്ലാഹു ഏറെ അല്ലാഹു നന്മ നൽകുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു. അങ്ങനെ നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ചിന്ത, സിട്ടാവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. പല ആളുകളോടും കാരുണ്യത്തോടുകൂടി നമ്മൾ പെരുമാറേണ്ടതുണ്ട്. നന്മയോടുകൂടി നമ്മൾ അവരോട് വർഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് കാരുണ്യം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം സൂര്യനെ സൃഷ്ടിച്ചത് അല്ലാഹു, ചന്ദ്രനെ സൃഷ്ടിച്ചത് അല്ലാഹു. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ ചിലർക്ക് അല്ലാഹു പണം കൊടുത്തിട്ടുണ്ടാകാം, ചിലർക്ക് അല്ലാഹു പണം നൽകിയിട്ടുണ്ടാകാം, ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പണം നൽകിയിട്ടില്ല എന്ന് വെക്കാം. അതുപോലെ തന്നെ പലരും സമ്പന്നരും പാമരനാണ്, പലർക്കും അല്ലാഹു ഏറെ സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ഹൃദയങ്ങളിൽ റബ്ബിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത, ഒരുപാട് കാരുണ്യം ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ആ കാരുണ്യത്തോടുകൂടി നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ കരുണയോടുകൂടി പെരുമാറേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സിട്ടാവ് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ആദ്യം ആരാധിക്കുക സിട്ടാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ചേർത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കാനും അതുപോലെ തന്നെ സ്വലാത്തുകളും അതുപോലെ തന്നെ ദിക്റുകളും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ സിട്ടാവിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു കാണുന്നില്ലേ എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഏത് തിന്മയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അല്ലാഹു ഇത് കാണുന്നുണ്ടല്ലോ, സിട്ടാവ് ഇത് കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. എന്നിട്ട് നമ്മൾ അങ്ങനെ ജീവിക്കണം. നന്മയോടുകൂടി നന്മയുള്ള മനസ്സായി കാരുണ്യത്തോടുകൂടി നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. അല്ലാഹുവിനോട് നമ്മൾ നമ്മുടെ രീതിയിൽ നിൽക്കുക. റബ്ബിനോട് നമ്മൾ ഒരുപാട് ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുക. ഒരുപാട് സമയം നമുക്കുണ്ട്, ഒരുപാട്
മണിക്കൂറുകൾ നമുക്ക് ബാക്കിയാണ്. എന്നാൽ ആ കിട്ടുന്ന സമയങ്ങൾ അത് റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് ജീവിക്കാനും അതുപോലെ തന്നെ നാം ചെയ്യുന്ന ഓരോ അമലും നാളെ പരലോകത്ത് നമുക്ക് നന്മയും ചിന്മയും തൂക്കുന്ന തുലാസിനരികെ നമ്മൾ നിൽക്കുമ്പോ ഏറെ നന്മയോടുകൂടി സ്വർഗത്തിലേക്ക് പാറിപ്പറക്കാൻ മഹാനായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം അതുപോലെ തന്നെ ഉമർ തങ്ങളോടൊപ്പം ഉസ്മാൻ തങ്ങളോടൊപ്പം അലിയാർ തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിലേക്ക് പാറിപ്പറക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ കാരുണ്യമുണ്ടാകണം. നമുക്കറിയാം ഇന്ന് നമ്മെ ബന്ധുപറ്റ നമ്മുടെ ഉമ്മ, നമ്മുടെ മാതാവ്, അവരോട് കാരുണ്യമില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാരണം നമ്മുടെ വീട്ടകങ്ങളിലുള്ള ഉമ്മ, ആ ഉമ്മാനെ നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. ആ ഉമ്മയോട് കാരുണ്യത്തോടു കൂടി വർഷിക്കുന്നില്ല. ആ ഉമ്മയോട് അങ്ങനെ പെരുമാറണമെന്ന് നമുക്കറിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് ഇന്നലെയും ഇന്നുമായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്ന പെണ്ണ്, ആ പെണ്ണ് പറയുന്നത് കേട്ടുകൊണ്ട് നാം നമ്മുടെ ഉമ്മാനെ വലിച്ചെറിയുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് 8 മാസത്തോളം നമ്മെ നമ്മെ ഗർഭപാത്രത്തിൽ ചുമന്ന നമ്മുടെ ഉമ്മ, എന്നിട്ട് നമ്മെ പ്രസവിച്ചില്ലേ, നമുക്ക് വേണ്ടതെല്ലാം നൽകിയിട്ടുണ്ട്. നാം ചോദിച്ചതെല്ലാം നമ്മുടെ ഉമ്മ നമുക്ക് വാങ്ങി തന്നിട്ടുണ്ട്. നമ്മുടെ പിതാവ് നമുക്ക് വാങ്ങി തന്നിട്ടുണ്ട്. എന്തിനേറെ പറയണം എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞിടപ്രായത്ത് വീട്ടുമുറ്റത്ത് നമ്മൾ നിൽക്കുമ്പോ കാത്തു നിൽക്കുന്ന പിതാവിനെ നമ്മുടെ ഉപ്പായ നമ്മൾ കാത്തു നിൽക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? പണി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന ഉപ്പായുടെ കയ്യിലേക്ക് നമ്മൾ നോക്കാറുണ്ട്. പഞ്ചാര പല്ല് കാട്ടിയിട്ട് നമ്മൾ ചിരിച്ചുകൊണ്ട് ഉപ്പായോട് നമ്മൾ ചിരിക്കുമ്പോ നമ്മുടെ കുഞ്ഞിളം പ്രായത്തിൽ നമ്മുടെ വീട് മുറ്റത്ത് വീട്ടിന്റെ വരാന്തയിൽ നമ്മളിങ്ങനെ ഉപ്പായ കാത്തിരിക്കുകയാ. ഉപ്പ കൊണ്ടുവരുന്ന മിഠായിക്ക് വേണ്ടിയിട്ട്, ഉപ്പ കൊണ്ടുവരുന്ന ചോക്ലേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോ നമ്മൾ തലേന്ന് രാത്രി തന്നെ പറഞ്ഞു വെക്കുന്നു, ഉപ്പ നാളെ എനിക്ക് ഇന്ന മിഠായി എനിക്ക് വേണ്ടതുണ്ട്, എനിക്ക് ഇന്ന ഉപകരണം എനിക്ക് വേണ്ടതുണ്ട്, ഇന്ന കളിപ്പാട്ടം എനിക്ക് വേണ്ടതുണ്ട് ഉപ്പ, ഇന്ന പലഹാരം എനിക്ക് വേണ്ടതുണ്ട് ഉപ്പ, ഇന്ന ബേക്കറി എനിക്ക് വേണ്ടതുണ്ട് ഉപ്പ എന്ന് ഓരോ ആവശ്യങ്ങൾ ഇങ്ങനെ തലേന്ന് രാത്രി തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഉപ്പയുടെ മാറോട് ചേർന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞിളം പ്രായത്തിൽ പറഞ്ഞവരല്ലേ. എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തന്ന നമ്മുടെ പിതാവ്, നമ്മുടെ ആവശ്യങ്ങള് എല്ലാം നിറവേറ്റി തന്ന നമ്മുടെ പിതാവില്ലേ, നമുക്ക് മുലപ്പാൽ നൽകിയ ഉമ്മയില്ലേ. ആ ഉമ്മാന മറക്കല്ല പെണ്ണേ, ആ ഉമ്മാന മറക്കല്ല ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് ആ ഉമ്മയോട്, ആ പിതാവിനോട് വെറുപ്പോടുകൂടി നമ്മൾ പെരുമാറാൻ പാടുള്ളതല്ല. ഒരു സഹാബി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, ഞാൻ ആരോടാ ഏറ്റവും കൂടുതൽ പുറപ്പെടേണ്ടത്? നിന്റെ ഉമ്മയാണെന്ന് 3 വട്ടം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ. ഹലാലായിട്ട് അവിടുന്ന് പറയുകയാണ്, നിന്റെ വാപ്പയോടാണ്. അതുകൊണ്ട് ഉമ്മയെ നമ്മൾ പിണക്കാൻ പാടില്ല, വാപ്പയെ നമ്മൾ പിണക്കാൻ പാടില്ല. മാതാപിതാക്കളോട് കാരുണ്യത്തോടു കൂടി വർത്തിക്കുക, അത് നമ്മുടെ കടമയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരം രീതിയിലാകണം നമ്മൾ ജീവിക്കേണ്ടത്. കാരുണ്യത്തോടുകൂടി നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ പെരുമാറേണ്ടതുണ്ട്. അതല്ലാതെ തന്റെ കാമപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്, എന്റെ സഹോദര, നമ്മുടെ കാമപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഉമ്മമാരെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോ, നമ്മുടെ ഉമ്മമാരെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കേണ്ടത് കരുണയില്ലാതെ ഹൃദയമാകരുത്. കാരുണ്യത്തിന്റെ കേദാരമായ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിരുന്ന ആ മുത്തഖീങ്ങളുടെ പാത
തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, ഒരുപാട് ചരിത്രകാരന്മാരില്ലേ, ഒരുപാട് ആളുകളില്ലേ, അവരെല്ലാം അവരുടെ മാതാവിനോടുകൂടെ നല്ല രീതിയിൽ കാരുണ്യത്തോടുകൂടി വർത്തിച്ചവരായിരുന്നു. മാതാവിനോട് കാരുണ്യം കാണിച്ചിരുന്നു, കരുണ കാണിച്ചിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെയും അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയും നമ്മുടെ മാതാപിതാക്കളോട് കാരുണ്യത്തോടുകൂടി വർത്തിക്കേണ്ടതുണ്ട്. വിഷമകരമായ ഘട്ടങ്ങളിൽ എല്ലാ വേവലാതികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും അതിനെല്ലാം താന്തണയുമായിട്ട് നമ്മുടെ ഉമ്മ ഉണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് എന്ത് പ്രയാസം വന്നാലും നമ്മുടെ ഉമ്മയുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് ഉമ്മയോട് പറഞ്ഞാൽ ഉമ്മ എവിടെ നമുക്ക് സന്താനത്തിന്റെ വാക്കുകൾ നമുക്ക് പറഞ്ഞു തരും. സാരമില്ല, എന്തെങ്കിലും ഉമ്മയുടെ നല്ല നല്ല വാക്കുകൾ ഉമ്മ നമുക്ക് പറഞ്ഞു തരും. ആ പ്രയാസഘട്ടങ്ങളിൽ നമുക്ക് സാന്ത്വനം നൽകിയ ഉമ്മ, ആ പ്രയാസഘട്ടങ്ങളിൽ നമുക്ക് ഏറെ സ്നേഹം നൽകിയ ഉമ്മ, ആ ഉമ്മാനെ നമ്മൾ മറന്നുകൊണ്ട് നമ്മൾ വൃദ്ധസദനങ്ങളിൽ നിന്ന് അധികരിച്ചു വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ കൊണ്ടുപോയ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഈ അവസരത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ജീവിതത്തിലേറെ സ്വന്തം നൽകിയ ഉമ്മയെ നമ്മൾ മറക്കാൻ പാടില്ല, പിതാവിനെ നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഹൃദയങ്ങളിൽ മാതാപിതാക്കളോടുള്ള കാരുണ്യം നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. നന്മയോടുകൂടി നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക, കാരുണ്യത്തോടുകൂടി നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് നന്മ, ഒരുപാട് കാരുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും റബ്ബിനെ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുകയും ചെയ്യുക. റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ കാരുണ്യത്തോടുകൂടി നന്മയോടുകൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ചിലപ്പോൾ നമ്മൾ തിന്മയുടെ പാതയിലൂടെയാകാൻ നമ്മൾ സഞ്ചരിക്കുന്നത്. എന്നാൽ ഇതിന് ഒരു കാലയളവ്, ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ എപ്പോഴും വിരമിക്കേണ്ട, ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ എപ്പോഴും ഈ ഇതിനോട് വിട പറഞ്ഞുകൊണ്ട് പോകേണ്ടവരാണ്. മലക്കുൽ മൗത്ത് അസ്റായിൽ കടന്നു വരികയും നമ്മുടെ റൂഹ് പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഈ ചുരുങ്ങിയ കാലയളവ് നന്മയോടുകൂടി നമ്മൾ കാരുണ്യത്തോടുകൂടി നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ചുരുങ്ങിയ കാലയളവേ നമുക്കുണ്ടാവുകയുള്ളൂ. ഒരുപാട് കാലത്തോളം ജീവിച്ചവരായിരുന്നല്ലോ മഹാനായിരുന്ന ലൂത്ത് നബി അലൈഹിസ്സലാം. എന്നാൽ ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് ഇവിടുത്തെ ആളുകൾ ചോദിക്കുന്നു, ഒരുപാട് കാലം ജീവിച്ച പ്രവാചകരെ, എപ്രകാരമാണ് താങ്കൾക്ക് ദുനിയാവിനെയും അതിന്റെ സുഖങ്ങളെയും അനുഭവപ്പെട്ടത്? മഹാനായിരുന്ന ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ ദുനിയാവിൽ ഇരുവാതിലുകളുള്ള ഒരു വീട്ടിൽ കയറിയ മനുഷ്യനെ പോലെയാണ് ഞാൻ. അങ്ങനെ വീടിന്റെ നടുഭാഗത്ത് അല്പം നിൽക്കുകയും മറ്റൊരു വാതിലൂടെ എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാം പറയുന്നു. ആ നബിയുടെ അവസ്ഥ അപ്രകാരമാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതം എപ്പോഴും അവസാനിക്കാം. അതുകൊണ്ട് ഈ വിനീതൻ പറയുന്നത്, നമ്മുടെ ഹൃദയങ്ങളിൽ നന്മ, കാരുണ്യം അത് എപ്പോഴും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ ആളുകളോടും കാരുണ്യത്തോടുകൂടി പ്രവർത്തിച്ചാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലേക്ക് കാരുണ്യം, നമ്മുടെ ജീവിതത്തിൽ കരുണ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു നൽകുമാറാകട്ടെ. എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും റബ്ബിനെ കുറിച്ചിട്ട്, സിട്ടാവിനെ കുറിച്ചിട്ട് ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. എന്റെ മകനെ ഉപദേശിക്കുന്നതും ഇത് തന്നെയാണ്. പൊന്നുമോനെ, ദുനിയാവ് എന്നത് അഗാധ ഗർത്തമുള്ള സമുദ്രമാണ്. അതിൽ നീ മുങ്ങും ആ കടലിൽ നിന്റെ കപ്പൽ ഭയഭക്തിയായിരിക്കണം. അതിൽ നിറക്കപ്പെടേണ്ടത് വിശ്വാസവും അതിന്റെ കടിഞ്ഞാൽ തവക്കലുമായിരിക്കണം. അങ്ങനെയെങ്കിൽ നീ വിജയിച്ചേക്കും. ഞാൻ നിന്നെ വിജയിയായി കരുതുന്നു എന്ന് മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല കണ്ടു
തന്റെ മകനെ ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ദുനിയാവ് ഇവിടുന്ന് വിട പറയേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നല്ല രീതിയിൽ റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ വിശന്നിട്ട് ഫാത്തിമയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഫാത്തിമയോട് കാര്യങ്ങൾ പറയുകയാണ്. ഫാത്തിമ വല്ലതും കഴിക്കാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഫാത്തിമ പറയുന്നു, നബിയേ, എന്റെ പിതാവേ, ഒന്നുമില്ല, ഞങ്ങൾ 5 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഒരു പത്തിരി കഷ്ണം പോലും ഞങ്ങളുടെ വീട്ടിലില്ല എന്ന് എന്റെ പിതാവിനോട് തന്റെ ഉപ്പയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുകയാണ്. അങ്ങനെ ജോലി തിരക്കി പണി തിരക്കിയിട്ട് ചെല്ലുകയും അങ്ങനെ ഇവിടുന്ന് ജോലി കിട്ടുകയും അങ്ങനെ അറാബിയുടെ ഈന്തപ്പന തോട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വെള്ളം ഒഴിക്കുകയാണ്. അറാബിയോട് പറഞ്ഞു, ഓരോ വെള്ളം ഒഴിക്കുമ്പോഴും ഓരോ ബക്കറ്റിനും 3 കാരക്ക വീതം നീ തരണമെന്ന് അറാബിയോട് പറയുകയും അറാബി സമ്മതിക്കുകയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ബക്കറ്റ് വെള്ളം 2 ബക്കറ്റ് വെള്ളം 3 ബക്കറ്റ് വെള്ളം ഒഴിക്കുകയും 4ാമതായിട്ട് ബക്കറ്റ് കിണറ്റിലേക്ക് ഇടുകയാണ്. അങ്ങനെ ബക്കറ്റ് കൊടുത്ത് പൊട്ടിപ്പോയപ്പോ അറാബി കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മുഖത്തേക്ക് ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെല്ലുകയാണ്. തിരിച്ച് 9 കാരക്കയുമായിട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാമലകൾ മാടി വിളിച്ചുകൊണ്ട് കനകമാകട്ടെയോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോഴാണ് റസൂൽ പറഞ്ഞത്, അല്ലാഹുമ്മ അഈനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഅഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുമ്മ അഈനി മിസ്കീനാ, അല്ലാഹുവേ, നീ മിസ്കീന്മാരുടെ കൂടെ നീ ജീവിപ്പിക്കണേ അല്ലാഹ്. വഅമിത്നി മിസ്കീനാ, അല്ലാഹുവേ, ജീവിതം മിസ്കീനാക്കണേ, മിസ്കീന്മാരുടെ കൂട്ടത്തിൽ. അല്ലാഹുമ്മ അഈനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ, അല്ലാഹുവേ, മിസ്കീനായി മരിപ്പിക്കണേ അല്ലാഹ്. വഅഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ, മിസ്കീന്മാരുടെ കൂട്ടത്തിൽ നീ ചേർക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂലോട് പ്രാർത്ഥിക്കുകയാണ്. 9 കാരക്കയുമായിട്ട് ഫാത്തിമയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. വിശപ്പ് ഒരുപാട് ഉണ്ടായിരുന്ന അല്ലാഹുവിന്റെ റസൂലോട് പറയുകയാണ്, അതുകൊണ്ട് പെണ്ണേ, നമ്മൾ ഒരുപാട് സമ്പത്ത് കൊണ്ട് പണം കൊണ്ട് നമ്മള് ഒരുപാട് നമ്മൾ ചുവടുതാടുമ്പോൾ ദുനിയാവിൽ നമ്മളെ ഒരുപാട് കാലയളവ് നമ്മൾ നീട്ടിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സമ്പത്ത് നൽകിയിട്ടുണ്ടാകാം. പക്ഷേ നമ്മൾ കല്യാണങ്ങൾ കടന്നു വന്നാൽ, വീട്ടുകൂടലുകൾ കടന്നു വന്നാൽ, റബ്ബിനെ മറന്നുകൊണ്ട് AC ഫിറ്റ് ചെയ്തുകൊണ്ട് പലതും നമ്മള് ചിന്തിച്ചാടിക്കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളിലൂടെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോ എന്റെ പെണ്ണേ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മദീനമാണിരുന്ന കാലഘട്ടത്ത് ഉപരതങ്ങളുടെ മദീനയുടെ മനോഹരമായിരുന്ന ആ രാത്രിയിലൂടെ നടന്നു പോവുകയാണ് ഉപരതങ്ങള്. അങ്ങനെ ഒരു താഴ്വാരത്തുകൂടെ ഉപരതങ്ങൾ കടന്നു ചെല്ലുമ്പോ ഒരു കുടിയുന്നോ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ കുടിയുടെ ചാരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നോക്കുകയാണ്. എന്തേ കേൾക്കുന്നത്? കുടിയുടെ ഉള്ളിൽ നിന്ന് മാതാവ് പറയുന്നു, മകളെ പാലിൽ വെള്ളം ചേർക്ക. പക്ഷേ മകൾ പറയുന്നു, പാലിൽ വെള്ളം ചേർക്കണ്ട. ഈ തർക്കം അവിടുന്ന് ഉയർന്നപ്പോ മാതാവ് പറയുന്നു, പെണ്ണേ, എന്റെ മകളെ പാലിൽ വെള്ളം ചേർക്ക. മദീന ഭരിക്കുന്ന കാണാൻ വഴിയില്ല. ഈ പാതിരാത്രിയിൽ കാണുക. അവന്റെ കൊട്ടാരങ്ങളിൽ അവൻ അധിവസിച്ചു കൊണ്ടിരിക്കുകയാ. അവൻ സുഖം തേടിക്കൊണ്ട് കഴിയുകയാണ്. എങ്ങനെയാ അറിയാൻ എന്ന് മാതാവ് തന്റെ മകളോട് പറയുമ്പോ മകള് പറയുമ്പോ, ഉമ്മാ, ഞങ്ങൾ കാണില്ല. പാലിൽ വെള്ളം ചേർക്കുന്നത് ഈ മദീന ഭരിക്കുന്ന ഞങ്ങൾ കാണില്ല.
നാം ഓരോരുത്തരും കൊണ്ട് എത്രയോ ആളുകള് കേൾക്കാത്ത കേൾവിയില്ലാത്ത ആളുകൾക്ക് കേൾവി കിട്ടിയ ഓരോ കഥകളും നമ്മൾ കേട്ടവരാണ്. കാഴ്ച നഷ്ടപ്പെട്ട ആളുകൾക്ക് കാഴ്ച കിട്ടിയതാണ്. അതുകൊണ്ട് പണ്ടേ നിങ്ങൾ വേവലാതിയോട് ഓരോ ഉദ്ദേശങ്ങൾ കരുതിക്കൊണ്ട് ഈ മജ്‌ലിസിലേക്ക് കടന്നു വന്നിരിക്കുന്നവരായിരിക്കാം. പക്ഷേ കൽബിൽ ഈമാൻ വേണോ, തഖ്വ വേണോ, ഇഖ്ലാസ് വേണോ എന്നിട്ട് റബ്ബിനോട് കരഞ്ഞുകൊണ്ട് നമ്മള് റബ്ബിനോട് പറയേണ്ടതുണ്ട്. ഒരുപാട് മാരകമായ രോഗങ്ങൾ പിടിപെടുന്ന കാലഘട്ടമല്ലേ. ക്യാൻസർ പിടിപെടുന്നു, ട്യൂമർ പിടിപെടുന്നു. അല്ലാഹുവേ കാക്കണേ അല്ലാഹു മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കുമാറാകട്ടെ. ഒരുപാട് മാരകമായ രോഗങ്ങൾ പിടിപെടുന്ന കാലമാണ്. മാറേണ്ടതുണ്ട്. ആവശ്യം നമുക്ക് മാറേണ്ടതുണ്ട്. അവരോട് നമ്മൾ പറയണം, സുറ്റാവിനോട് നമ്മൾ കരയുയർത്തിക്കൊണ്ട് പറയണം. നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. എപ്പോഴും നമ്മൾ ധിക്കരിച്ചുകൊണ്ട് റബ്ബിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് നമ്മൾ നടന്നാലും നമ്മൾ സ്വീകരിക്കുമോ? ഒരുപാട് മഹത്തുക്കളായ പണ്ഡിതന്മാര്, ഒരുപാട് മഹാന്മാരായ ആളുകള് മഹാനായിരുന്ന കണ്ണീത്ത് ഉസ്താദിന്റെ ജീവചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ആ ചരിത്രത്തിലൂടെ ആ ഉസ്താദിന്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് കറാമത്തുകൾ മഹാനായിരുന്ന ശംസുൽ ഉലമാ, ഒരുപാട് ആളുകളുടെ ജീവചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ, അവരുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു മഹാന്മാരുടെ ദറജ ഉയർത്തട്ടെ. അല്ലാഹുവേ ശംസുൽ ഉലമയോടൊപ്പം കണ്ണീത്ത് ഉസ്താദിനോടൊപ്പം ഞങ്ങൾക്ക് ഒത്തുകൂടാൻ റബ്ബേ, അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ കിടക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാന്മാരായ ആളുകൾ ഒരുപാട് കറാമത്തുകൾ നമ്മൾ കണ്ടവരാണ്. ഉസ്താദിന്റെ ജീവിത ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഔലിയായിരുന്നു, വലിയായിരുന്നു. അവരെല്ലാം അല്ലാഹുവെ വിളിച്ചു, അവരെല്ലാം സിട്ടാവിനെ വിളിച്ചു, അല്ലാഹു വിളി കേട്ടു. അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു റബ്ബിനെ വിളിച്ചു, അല്ലാഹു വിളി കേട്ടു. അവർ മനുഷ്യരാണ്, നമ്മൾ മനുഷ്യരാണ്. പക്ഷേ അവരല്ലാഹുവിനെ വിളിച്ചപ്പോൾ അല്ലാഹു വിളി കേട്ടു. നമ്മൾ എത്രയോ കരഞ്ഞു പറയുന്നുണ്ട്, എന്നിട്ടും അല്ലാഹു കേൾക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ അവരുടെ ഹൃദയങ്ങളിൽ ഇഖ്ലാസ്, അവരുടെ ഹൃദയങ്ങളിൽ തഖ്വ, അവര് എല്ലാ നിസ്കാരവും അതുപോലെ തന്നെ ദിക്റുകളും സ്വലാത്തുകളും അവരുടെ ജീവിതത്തിൽ നിരന്തരമായി അവർ ചെയ്തുകൊണ്ടിരുന്നു. ഒരു തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരുന്നു. പക്ഷേ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ അതില്ലാതെ പോയി. പിന്നെങ്ങനെയാ റബ്ബ് കേൾക്കുക? പിന്നെങ്ങനെയാ അല്ലാഹു കേൾക്കുക? പ്രിയമുള്ളവർ മനസ്സിലാക്കേണ്ടത്, എന്റെ യുവാക്കൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് പല വേഷവിധാനം നമ്മൾ ഇടുമ്പോ പല വേഷങ്ങൾ നമ്മൾ ധരിക്കാറുണ്ട്. ധരിക്കുന്നവരുണ്ടായിരിക്കാം, മക്കളെ ഇടുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ചിലർ ഇസ്ലാമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ചിലരെല്ലാം മുടി മുന്നിൽ കാണിച്ചുകൊണ്ട്, കുറച്ചു മുന്നിൽ മുടി കാണിച്ചുകൊണ്ട് ചില ആളുകൾ മക്കളെ ഇടുന്നുണ്ട്, ചില ആളുകൾ മക്കളെ ധരിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ചടങ്ങ് നിർവഹിക്കാൻ മാത്രം, അല്ലെങ്കിൽ ഒരു ആചാരത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ നിർവഹിക്കേണ്ടത്. മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നതാണ്, മുത്തറസൂലുള്ള പറഞ്ഞതാണ് എന്നുള്ളൊരു ബോധം നമുക്ക് വേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര മകൾ ഫാത്തിമ തന്റെ വീട്ടിലേക്ക്, ഫാത്തിമയുടെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാണ്. ഫാത്തിമ എവിടെ നല്ലൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നല്ലൊരു അഴകാർന്ന വസ്ത്രമാണ്. ഫാത്തിമയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ മകളെ ഫാത്തിമ, ദുനിയാവിനെ സൂക്ഷിച്ചോ ഫാത്തിമ, നീ ദുനിയാവിനെ സൂക്ഷിച്ചോ ഫാത്തിമ എന്ന് നല്ല വെളിവെടുപ്പുള്ള വസ്ത്രം ധരിച്ച ഫാത്തിമയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത്, റബ്ബിനെ ധിക്കരിച്ചുകൊണ്ടുള്ള ജീവിതം നമുക്ക് വേണ്ട, സിത്താവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള ജീവിതം നമുക്ക് വേണ്ട. അല്ലാഹു
സഹോദരന്മാരെ ആ യുവാക്കളെ ആ ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് കോടതി ചോദ്യം ചെയ്യുകയാണ്. കോടതി ചോദ്യം ചെയ്തപ്പോ അവര് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ പെണ്ണ് ഈ സഹോദരിമാര് ഇടുന്ന വസ്ത്രം, അവര് ധരിക്കുന്ന ഓരോ കാര്യങ്ങളും ദർശിച്ചാൽ എങ്ങനെയാണ് ഞങ്ങൾ പീഡിപ്പിക്കാതിരിക്കുന്നത്? ഞങ്ങൾ എങ്ങനെയാണ് വിചാരത്തിൽ ഏർപ്പെടാതിരിക്കുക? അവര് ഓരോ നഗ്നമായ മീനുകൾ കാണിച്ചുകൊണ്ട് തന്റെ ഔറത്ത് കാണിച്ചുകൊണ്ട് നടക്കുമ്പോ, പട്ടണങ്ങളിലൂടെ നീങ്ങുമ്പോ പിന്നെങ്ങനെയാണ് അവരെ പീഡിപ്പിക്കാതിരിക്കുക, വിചരിക്കാതിരിക്കുക? ഡൽഹി പീഡന കേസിൽ പിടിച്ച പ്രതിയെ അവിടുന്ന് കോടതിയോടുന്ന് ചോദ്യം ചെയ്യുമ്പോ അദ്ദേഹം ഇത് തന്നെയാ പറഞ്ഞത്. അതുകൊണ്ട് പെണ്ണെ, നമുക്ക് ബ്യൂട്ടീഷ്യൻ വേണ്ട. നമ്മുടെ ഹൃദയങ്ങളിൽ റബ്ബിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത, സിട്ടാവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത നമ്മള് കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആരായിരുന്ന അബ്ദുല്ലാഹിൽ ബർറാസ് തങ്ങള് പിന്നോട് സിട്ടാവിനോട് കരഞ്ഞെടുത്തിക്കൊണ്ട് ചോദിക്കുന്നു, അല്ലാഹ്, എന്റെ സഹോദരന്റെ ഖബറിലെ അവസ്ഥ ഒന്ന് കാണിച്ചു തരുമോ? അങ്ങനെ സിട്ടാവിനോട് പറയുന്ന അബ്ദുല്ലാഹിൽ ബർറാസ് തങ്ങള് കരഞ്ഞ് കരഞ്ഞ് തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. എന്നിട്ട് കരഞ്ഞു കരഞ്ഞിട്ട് റബ്ബിനോട് ചോദിക്കുന്നു, അല്ലാഹ്, എന്റെ സഹോദരന്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരണേ അല്ലാഹ്. റബ്ബിനോട് കരഞ്ഞുകൊണ്ട് സിട്ടാവിനോട് കരമുയർത്തിക്കൊണ്ട് ചോദിക്കുന്ന അബ്ദുല്ലാഹിൽ ബർറാസ് തങ്ങള് അറിയാതെ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സഹോദരന്റെ ഖബറിലെ അവസ്ഥ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. എന്താ അവസ്ഥ? ആ ഖബറില് തന്റെ സഹോദരന്റെ വലത് കണ്ണിലേക്ക് തന്റെ നരകത്തിൽ നിന്ന് ഒരു തീക്കനൽ വന്നുകൊണ്ട് തന്റെ മുഖത്ത് തന്റെ വലത് കവിളുക അവിടുന്ന് കരിഞ്ഞു പോവുകയാണ്. കൊല്ലാതെ അവസ്ഥയാണ്. സിട്ടാവിനോട് അബ്ദുല്ലാഹിൽ ബർറാസ് തങ്ങൾ ചോദിക്കുന്നു, സിട്ടാവേ, അല്ലാഹുവേ, സഹോദരന്റെ സുഹൃത്ത് നിസ്കരിക്കുന്നവനായിരുന്നുവല്ലോ, പ്രഥമനിഷ്ഠിക്കുന്നവനായിരുന്നുവല്ലോ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവനായിരുന്നുവല്ലോ, സമ്പത്ത് ഉണ്ടായിരുന്നല്ലോ, സ്വതക്ക നൽകുന്നവനായിരുന്നല്ലോ, സക്കാത്ത് നൽകുന്നവനായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാ അവന്റെ ഖബറിലെ അവസ്ഥ ഇങ്ങനെയായത് എന്ന് അബ്ദുല്ലാഹിൽ ബർറാസ് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. സിട്ടാവിനോട് കരം തട്ടിക്കൊണ്ട് ചോദിക്കുമ്പോൾ അല്ലാഹു പറയുന്നു, സിട്ടാവ് പറയുന്ന അബ്ദുല്ലാഹിൽ ബർറാസ് തങ്ങളെ, തങ്ങളുടെ സഹോദരന് വ്രതമനുഷ്ഠിക്കുന്നവനായിരുന്നു, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവനായിരുന്നു, എന്നോടൊപ്പം ജീവിച്ചവനായിരുന്നു. പക്ഷേ അവൻ ജീവിതത്തിൽ ഒരേ ഒരു കാര്യം ചെയ്തു പോയി. എന്താണെന്നറിയണോ? എന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന പെണ്ണിനെ നോക്കിയതിന്റെ പേരില അവന്റെ ഖബറിലെ അവസ്ഥ ഇതുപോലെയായത് എന്ന് അല്ലാഹു അബ്ദുല്ലാഹിൽ ബർറാസ് തങ്ങളോട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കേണ്ടത്, ആ പെണ്ണിനെ നോക്കിക്കൊണ്ട്, നമ്മൾ യുവതികളെ നോക്കിക്കൊണ്ട്, അവർക്ക് വേണ്ടിയിട്ട്, പ്രേമനൈരാശ്യത്തിന് വേണ്ടിയിട്ട്, പ്രണയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമയങ്ങൾ നമ്മൾ ചിലവഴിക്കാതെ അല്ലാഹുവിന് വേണ്ടിയിട്ട്, പിന്നെ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആരായിരുന്ന സഅദ് ബിൻ മുആദ് കല്യാണം കഴിക്കണം മോഹമുണ്ട്. അങ്ങനെ കല്യാണം കഴിക്കാൻ ആരും കല്യാണം കഴിപ്പിച്ചു തനിക്ക് പെണ്ണ് നൽകാത്തത് കൊണ്ട്, തനിക്ക് തന്റെ സഹധർമ്മിണിയെ നൽകാത്തത് കൊണ്ട് അവിടുന്ന് മഹാനായിരുന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. നബിയോട് കാര്യം പറഞ്ഞു. നബി പറഞ്ഞു, ഇന്ന രാജാവിന്റെ അടുക്കലേക്ക് ചെന്നാൽ മതി. എന്നാൽ അവിടുന്ന് നീ അവിടെ ചെന്നുകൊണ്ട് പെണ്ണിനെ ചോദിക്കുക എന്ന് സഅദ് ബിൻ മുആദിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. എന്നാൽ സഅദ് ബിൻ മുആദ് രാജാവിന്റെ സന്നിധിയിലേക്ക് ചെന്നു. പക്ഷേ രാജാവ് പെണ്ണിനെ കൊടുത്തില്ല, തന്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ല. എന്നിട്ട്
രാജാവിന് അവിടുന്ന് വിഷമത്തോടെ തിരിച്ചു അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് മടങ്ങുന്നതിന് മുമ്പേ രാജാവ് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അവിടുന്ന് കല്യാണ ആവശ്യാർത്ഥം അവിടുന്ന് കുറച്ച് മകൻ നൽകാൻ വേണ്ടിയിട്ട് കുറച്ച് സമ്പത്ത് വേണം, എന്റെ കയ്യിലൊന്നുമില്ല എന്ന് പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായിരുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയും എന്നിട്ട് അവിടുന്ന് ചോദിക്കുകയും അവിടുന്ന് ദിർഹമുകൾ വാങ്ങുകയും എന്നിട്ട് പട്ടണത്തിലേക്ക് മടങ്ങി. അങ്ങനെ ദിർഹമുകൾ വാങ്ങിയിട്ട് പട്ടണത്തിലേക്ക് മടങ്ങുകയും അങ്ങനെ താൻ എന്ത് കൊടുക്കും മകൾ എന്ന് തീരുമാനിക്കുകയാണ്. ഇന്ന് ഞാൻ കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് യുദ്ധത്തിലേക്ക് ആരോ വിളിക്കുകയാണ്. അങ്ങനെ യുദ്ധവിളി വന്നപ്പോ മഹാനായിരുന്ന സഅദ് ബിൻ മുആദ് ഒരു വാളും ഒരു പരിചയം ഒരു കുതിരയെയും വാങ്ങി. ദിർഹമുകൾ ബാക്കിയുണ്ട്. മഹാനായ സഅദ് ബിൻ മുആദ് ഈ ദിർഹമുകൾ എന്ത് ചെയ്യുമെന്നറിയാതെ അതുകൊണ്ട് ഒരു മുഖം മൂടി വാങ്ങിയിട്ട് റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് റബ്ബിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത മഹാനായിരുന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതമാണ് നമ്മൾ പകർത്തേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാരുണ്യങ്ങൾ നാം ചെയ്യുകയും നന്മ നമ്മൾ കൊണ്ടുവരികയും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് സിറ്റാബിലേക്ക് മടങ്ങിക്കൊണ്ട് നാം ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അവസാനമായിട്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്, നമ്മുടെ വീടുകളിൽ രോഗബാധിതയായി കിടക്കുന്ന ആളുകളുണ്ടാകാം. രോഗം കൊണ്ട് വിയർപ്പൂട്ടുന്ന അതുപോലെ തന്നെ മാരകമായ രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ടാകാം. കിടപ്പിലായ ആളുകളുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് നിങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ചൊല്ലാൻ പറയുക. ആ ഖുൽ ഹുവല്ലാഹു അഹദ് ചൊല്ലിയാൽ അത് ചൊല്ലിക്കൊണ്ട് മരണപ്പെടുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മരണാസന്ന സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് മടങ്ങേണ്ടതുണ്ട്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാൻ അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ വീട്ടുതലങ്ങളിൽ കഴിയുന്ന മാരകമായ രോഗം പിടിപെട്ടുകൊണ്ട് കിടപ്പിലായ ആളുകളോട് നിങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ചൊല്ലാൻ പറയുകയും പാരായണം ചെയ്യാൻ നിരന്തരമായി പാരായണം ചെയ്യാൻ പറയുകയും ചെയ്യുക. എന്നാൽ അവസാന ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ നന്മയേറെ അല്ലാഹു നൽകട്ടെ. നമുക്ക് അങ്ങനെ റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ, സിറ്റാവിലേക്ക് മടങ്ങിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഒരു റഹ്മാനായ റബ്ബേ അത് ഏറ്റെടുക്കുന്നവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു നന്മ ഏറ്റി നൽകുമാറാകട്ടെ. മരിക്കുന്ന ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തെ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റെടുക്കണം. ഈ വിനീതനിലേറെ എങ്കിലും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 1000 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ.
റബ്ബേ മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ കാക്കണേ തമ്പുരാനെ. ക്യാൻസറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ട്യൂമറിനെ തൊട്ട് കാക്കണേ തമ്പുരാനെ. റബ്ബേ ഈ തേനിനെ ആരാണോ വിളിച്ചെടുക്കുന്നത് അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നന്മ നീ ഏറ്റി നൽകണേ അല്ലാഹ്, ഏറ്റി നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ ജോലിയിൽ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. 1000 രൂപ ബാബു സ്വീകരിക്കട്ടെ. 1000 രൂപ 1313 തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബേ ഇത് ഏറ്റെടുക്കുന്ന ആളുകള്, റബ്ബേ ഏറ്റി വിളിക്കുന്ന ആളുകളാണ് റബ്ബേ. അല്ലാഹുവേ രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ തമ്പുരാനെ, ശിഫ നൽകണേ അല്ലാഹ്. 1001 രൂപ 1313 രൂപ 2000 രൂപ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു ശിഫ നൽകട്ടെ. റഹ്മാനായ റബ്ബേ ക്യാൻസറിനെ തൊട്ട് കാക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ ആരാണോ ഇത് ഏറ്റെടുക്കുന്നത് റബ്ബേ മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ കാക്കണേ തമ്പുരാനെ. കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്, ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ജോലിയിൽ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. 2000 രൂപ 2000 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ. സഹോദരിമാരും ഒരുപാട് ആളുകളോട് ഒത്തുകൂടിയിട്ടുണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു നന്മ ഏറ്റി നൽകുമാറാകട്ടെ. അവർക്കും ഈ ലേലത്തിൽ പങ്കുചേരാം. ഇന്ന് പണമില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് 2-3 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താലും മതി എന്നാണ് സംഘാടകർ പറഞ്ഞത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഈ ലേലത്തിൽ പങ്കുചേരണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗവും നരകവും സന്ദർശിക്കാൻ പോയപ്പോൾ ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടത് സഹോദരിമാരെയാണ്, സ്ത്രീകളെയാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് റബ്ബേ ഇത് ഏറ്റെടുക്കുന്നത് ഏത് സഹോദരിയാണെന്നറിയില്ല. റബ്ബേ നരകത്തിലാക്കല്ല തമ്പുരാനെ, സ്വർഗ്ഗത്തിലാക്കണേ അല്ലാഹ്. 2000 രൂപ 2000 രൂപ 2000 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 2000 രൂപ 2000 രൂപ 2500 അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ സഹോദരന്റെ ഹൃദയങ്ങളിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അല്ലാഹു മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷ നൽകുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാനെ ആ സഹോദരൻ ഭരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് ഭരിക്കാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ തമ്പുരാനെ. റബ്ബേ അർശിന്റെ തണൽ നൽകണേ അല്ലാഹ്, അർശിന്റെ തണൽ നൽകണേ തമ്പുരാനെ. 2500 രൂപ 1333 സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്.
1786 റബ്ബേ സഹോദരന്റെ കൽബിൽ ഈമാൻ ഉറപ്പിക്കണേ അല്ലാഹ്. റബ്ബേ മാരകമാരോഗങ്ങളിൽ നിന്ന് ശിഫ നൽകണേ അല്ലാഹ്. ക്യാൻസറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ട്യൂമറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ കുടുംബത്തിന് ബർക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ സന്താനങ്ങളെ സ്വാലിഹായ മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാഹ്. 3233 രൂപ 3786 നമുക്ക് സ്വീകരിക്കട്ടെ. മഹാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. 1786 വേണ്ടവർ പെട്ടെന്ന് വിളിക്കണം. സ്വീകരിക്കുമാറാകട്ടെ. നാളെ അതുപോലെ തന്നെ വയനാട്ടിൽ എത്തിച്ചേരേണ്ടതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവർ പെട്ടെന്ന് തന്നെ ഇത് വിളിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ തആഹ റസൂലില്ലാഹ്. 1786 സഹോദരൻ അല്ലാഹു സ്വീകരിക്കട്ടെ. 4111 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബേ ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ ഈമാൻ ഉറപ്പിക്കണേ അല്ലാഹ്. ഈ വന്ന കാലഘട്ടത്തിൽ റബ്ബേ നിന്നിലേക്ക് ഇറങ്ങിക്കൊണ്ട് ജീവിക്കാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ആ ചെറുപ്പക്കാരന് പഠിക്കാൻ അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ്. ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. 1211 സ്വീകരിക്കുമാറാകട്ടെ. ആ ചെറുപ്പക്കാരൻ സ്വീകരിക്കട്ടെ. സ്വീകരിക്കുമാറാകട്ടെ. മറ്റൊരു തേൻകുപ്പി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലൂടെ ഈ തേനിനെ പറ്റിയിട്ട് റബ്ബ് ഏറെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ബുദ്ധി വർദ്ധിക്കാനും അതുപോലെ തന്നെ ഓർമ്മശക്തി ഉണ്ടാകാനും നല്ലതാണ്. ഇതൊരു ഔഷധമാണ്. നമുക്കറിയാം, എന്നെ പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സ്വീകരിക്കുന്ന ആളുകളുടെ രോഗങ്ങളുമാറാകട്ടെ. ഇത് കുടിക്കുന്നത് മൂലം മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു കാക്കുമാറാകട്ടെ. ക്യാൻസറിനെ തൊട്ട് അല്ലാഹു കാക്കുമാറാകട്ടെ. ട്യൂമറിനെ തൊട്ട് അല്ലാഹു കാക്കുമാറാകട്ടെ. 1100 രൂപ 1100 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ. 1100 രൂപ വിളിക്കണം. 2000 രൂപ റഹ്മാനേ ആ ഉപ്പയുടെ കൽബിൽ നീ ഈമാൻ ഉറപ്പിക്കണേ അല്ലാഹ്. മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹ് മരണം നീ അപകടത്തിലാക്കല്ല റബ്ബേ. അല്ലാഹു കുടുംബത്തിൽ ബർക്കത്ത് നൽകട്ടെ. അല്ലാഹു ജോലിയിൽ ബർക്കത്ത് നൽകട്ടെ. 2000 രൂപ 2000 രൂപ 1011 അല്ലാഹു സ്വീകരിക്കട്ടെ. റബ്ബേ ആ ഉപ്പയുടെ കൽബിൽ ഈമാൻ ഉറപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്നിലേക്ക് മടങ്ങിക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്
മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്, ആയുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, റബ്ബേ ആരോഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മൻസറ മൻസബീൽ നന്മയും തിന്മയും വിലാസരികെ നിൽക്കുമ്പോൾ നന്മയോടുകൂടി സ്വർഗ്ഗത്തിലേക്ക് പാറിപ്പറക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ തമ്പുരാനേ. 4000 രൂപ നാം സ്വീകരിക്കട്ടെ. ഉപ്പയുടെ കൽവിൽ ഈമാൻ ഉറപ്പിക്കട്ടെ. റബ്ബേ മരിക്കുന്ന നേരത്ത് പടച്ചവനെ എന്ന കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ ക്യാൻസറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, റബ്ബേ ട്യൂമറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. വല്ല മാരകമായ രോഗമുണ്ടെങ്കിലും അല്ലാഹുവേ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ശിഫയാക്കണേ അല്ലാഹ്. 4500 അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകണേ അല്ലാഹ്. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. 1500 രൂപ 5000 തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് ബിഅമലിൽ ബദീർ യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ്. മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ നിന്നോടൊപ്പം ചേർന്നുകൊണ്ട് നിന്നെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ജോലിയിൽ ബർക്കത്ത് നൽകണേ തമ്പുരാനേ. 5000 രൂപ 5001 സ്വീകരിക്കട്ടെ. 5001 ഈ വേദിയിലേക്ക് കടന്നു വരിക. റഹ്മാനായ റബ്ബ് നേരത്തെ വിളിച്ച ആ സഹോദരൻ തന്നെയാണ്. ആ സഹോദരന്റെ കുടുംബത്തിൽ ബർക്കത്ത് നൽകട്ടെ. അല്ലാഹു മരിച്ചു കഴിഞ്ഞ നാള് മണ്ണറയിൽ ചെല്ലുമ്പോ അലൈഹിസ്സലാമിന്റെ ചോദ്യമുണ്ടാകുമല്ലോ റബ്ബേ, അതിന്റെ ഉത്തരം നൽകാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാൻ. റബ്ബേ ഉബൈദങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗത്തിൽ പോകുന്ന സ്വർഗ്ഗത്തിലേക്ക് അവരോടൊപ്പം പാറിപ്പറക്കാൻ ആ സഹോദരന് തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ ക്യാൻസറിനെ തൊട്ട് ആ സഹോദരനെ നീ കാക്കണേ അല്ലാഹ്. ട്യൂമറിനെ തൊട്ട് അല്ലാഹുവേ നീ കാക്കണേ തമ്പുരാനെ. മരണം നീ അപകടത്തിലാക്കല്ല തമ്പുരാനെ. മരിക്കുന്ന നേരം നല്ല രീതിയിൽ മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനേ ആ സഹോദരന്റെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഐശ്വര്യം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. എല്ലാവരും സ്റ്റേജിന്റെ അടുത്തേക്ക് വന്ന് മുസാഫഹത്ത് ചെയ്യുക. നമുക്ക് നല്ല പ്രസംഗം പറഞ്ഞു ബഹുമാനപ്പെട്ട സാലിഹ് ബത്തേരി എന്ന ഈ വിദ്യാർത്ഥിക്ക് അല്ലാഹു ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവരും മുസാഫഹത്ത് ചെയ്ത ശേഷം അവിടെ തന്നെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളുടെയും മറ്റ് ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ മജ്ലിസ് നൂറും അതുപോലെ തന്നെ കൂട്ടപ്രാർത്ഥനയും നടക്കാറുണ്ട്. മുസാഫഹത്ത് ചെയ്യുമ്പോൾ കഴിയുന്ന സദഖ എല്ലാവരും ചെയ്യുക.
ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തതിന് ശേഷം ഇജാബത്ത് ചെയ്യാം. എല്ലാവരും അവിടെ ഇരുന്ന് ദുആ കഴിഞ്ഞ ശേഷം ഇങ്ങോട്ടോട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഭരിക്കുന്ന നേരം കലിമ ഉച്ചരിച്ചുകൊണ്ട് ഭരിക്കാൻ റബ്ബേ ആ സഹോദരന് നീ തൗഫീഖ് നൽകണേ തമ്പുരാനേ. അല്ലാഹുവേ മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ കാക്കണേ തമ്പുരാനേ. കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹുവേ. മാനായ തമ്പുരാനെ മരണം നീ അപകടത്തിലാക്കല്ല അല്ലാഹ്, അപകടത്തിലാക്കല്ല തമ്പുരാനേ. 2000 രൂപ 2000 രൂപ 2000 രൂപ 2000 രൂപ 2500 റഹ്മാനായ തമ്പുരാൻ അദ്ദേഹത്തിന്റെ കൽബിൽ ഈമാൻ ഉറപ്പിക്കട്ടെ. അല്ലാഹുവേ മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ തമ്പുരാനേ. 3000 രൂപ അല്ലാഹു കുടുംബത്തിൽ ബർക്കത്ത് നൽകട്ടെ. മരിക്കുന്ന നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്റെ കുടുംബത്തിൽ ബർക്കത്ത് നൽകട്ടെ, ജോലിയിൽ ബർക്കത്ത് നൽകുമാറാകട്ടെ. 1000 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 1500 റഹ്മാനായ തമ്പുരാൻ ആ ഉപ്പയുടെ മാരെ ദേഹത്തിന് നീ ആയുസ്സുമാരും ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. മാനെ മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ തമ്പുരാനേ. 4000 രൂപ 4500 അല്ലാഹു സ്വീകരിക്കട്ടെ, കൽബിൽ ഈമാൻ ഉറപ്പിക്കട്ടെ. 5500 ആ സഹോദരൻ റഹ്മാനായ തമ്പുരാനെ അപകടത്തിലാക്കല്ല റബ്ബേ. മരിക്കുന്ന നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കൊണ്ട് മരിക്കാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ക്യാൻസറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. റബ്ബേ സംബന്ധമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനേ. 6000 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ. സഹോദരന്റെ കൽബിൽ ഈമാൻ ഉറപ്പിക്കട്ടെ തമ്പുരാനേ. അല്ലാഹുവേ കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാനേ. അല്ലാഹുവേ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. 6000 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ. 6000 രൂപ സഹോദരൻ നിങ്ങളിലേക്ക് കടന്നു വരിക. അദ്ദേഹത്തിന്റെ കൽബിൽ ഈമാൻ ഉറപ്പിക്കട്ടെ. അദ്ദേഹത്തിന് ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അവിടെ മജ്ലിസിൽ നിങ്ങളുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനകൾ നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ വാക്കുകൾ അവസാനിക്കുന്നതിന് മുമ്പ് ചെറിയൊരു ദുആയോടുകൂടി നമുക്ക് മജ്ലിസിലേക്ക് കിടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ ആളുകളും എഴുന്നേൽക്കുക. സഹോദരിമാരും ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ എഴുന്നേൽക്കുക. കുറെ നേരം നമ്മൾ ഇരിക്കുന്നു. നമ്മുടെ ദുആയെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ എല്ലാവരും എഴുന്നേൽക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് ദുആയിലേക്ക് കടക്കാം.
അതിനു മുമ്പ് കുറഞ്ഞ ദിക്റ് റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. യാദൽ ജലാലി വൽ ഇക്റാം അലാ ദീനിൽ ഇസ്ലാം ഇന്ന് 11 പ്രാവശ്യം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. യാദൽ ജലാലി വൽ ഇക്റാം അലാ ദീനിൽ ഇസ്ലാം يا ذا الجلال 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 والإكرام يا حي يا قيوم എന്നിട്ട് നമുക്ക് സ്വലാത്ത് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. യാ ഹയ്യു യാ ഖയ്യൂം യാ യാ ഹയ്യു യാ യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ يا يا صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും ഉറക്കെ ആമീൻ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വയുഫി റഹ്മതിക ഫീ മസീദ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് രാജ സയ്യിദായ തമ്പുരാനെ റബ്ബുൽ ഇസ്സത്തായ നാദാ മഗ്വേ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുടെ ബന്ധപ്പെട്ട ആളുകൾ ഞങ്ങളുടെ സഹപാഠികൾ മഗ്വേ ഞങ്ങളുടെ മാതാപിതാക്കൾ റബ്ബേ ആയുസ് നൽകണേ അല്ലാഹ് ആഫിയത്ത് നൽകണേ തമ്പുരാനെ മഗ്വേ നീ ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ് ഹമാനായ റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകൾ ഹമാനായ റബ്ബേ അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ് വിശാലമാക്കണേ തമ്പുരാനെ വിശാലമാക്കണേ റബ്ബേ അല്ലാഹുവേ സ്വർഗ്ഗത്തിന്റെ പരിമളം നീ ആ ഖബറിലേക്ക് എത്തിക്കണേ തമ്പുരാനെ റബ്ബേ ഞങ്ങൾ മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ് ഹമാനെ അപകടത്തിലാക്കല്ല റബ്ബേ പോസ്റ്റ്മോർട്ടത്തിലാക്കല്ല റബ്ബേ കീറി ഉരിക്കുന്ന അവസ്ഥ വരുത്തല്ല നാഥാ റബ്ബേ ഞങ്ങളുടെ മരണം നീ റോഡരികിലാക്കല്ല റബ്ബേ റോഡരികിലാക്കല്ല നാഥാ റബ്ബേ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഖബറിലേക്ക് ചെല്ലുമ്പോ ആരാരുമില്ലാത്ത ഖബറില് മഹാനായ മുൻകർ നക്കീർ അലൈഹിസ്സലാം കൊണ്ട് ഞങ്ങളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ റബ്ബേ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ് പാപികളാണ് ദോഷികളാണ് ഞങ്ങൾ അറിയാനും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നാഥാ റബ്ബേ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരണേ തമ്പുരാനെ മാപ്പാക്കണേ അല്ലാഹ് മാപ്പാക്കണേ അല്ലാഹ് റബ്ബേ ഞങ്ങൾ ഈ ഫൈനാ ഞങ്ങൾ ദുആ ചെയ്യുകയാണ് റബ്ബേ
ചോദിക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയല്ല തമ്പുരാനെ, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ തമ്പുരാനെ. പ്രസവമെത്തിയ ഒരുപാട് സഹോദരിമാരുണ്ട്. അല്ലാഹുവേ സുഖപ്രസവം നൽകണേ അല്ലാഹ്, അല്ലാഹുവേ സുഖപ്രസവം നൽകണേ അല്ലാഹ്. റബ്ബേ ആണിനെ വേണ്ടവർക്ക് ആണിനെയും പെണ്ണിനെ വേണ്ടവർക്ക് പെണ്ണിനെയും നൽകി അല്ലാഹുവേ കുടുംബത്തെ സന്തോഷത്തിനാക്കണേ റബ്ബേ, ഐക്യമുണ്ടാക്കണേ അല്ലാഹ്. റബ്ബേ നാട്ടിൽ ഐശ്വര്യം നൽകണേ തമ്പുരാനെ, വീട്ടിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാഹുവേ. ഞങ്ങൾ പാപികളാ, ദോഷികളാ, നിന്നോട് ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല, നിന്നോട് ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല. ജീവിതം നൽകിയത് നീയാണ്, ജീവിതത്തിൽ ഒരുപാട് കാരുണ്യം നൽകിയത് നീയാണ് അല്ലാഹുവേ. നിന്നോടല്ലാതെ പിന്നെ ആരോടാ ഞങ്ങൾ ചോദിക്കുക? അതുകൊണ്ടാ റബ്ബേ ഞങ്ങളുടെ ദുആയെ തട്ടിക്കളയണേ റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ മഗ്രിബിയുടെ മക്കളെ തൊട്ടോ സഗരിയുടെ ശിഖരനെ തൊട്ട് കാക്കണേ അല്ലാഹ്, കാക്കണേ തമ്പുരാനെ. റബ്ബേ ഐബിയുടെ ഐനെ തൊട്ട് കാക്കണേ അല്ലാഹ്, നീ കാക്കണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ഗുരുവന്മാർ, ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയ ഗുരുവന്മാർ അല്ലാഹുവേ ആയുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, മാനെ ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ഗുരുവന്മാരെ അവരുടെ കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ബർക്കത്ത് നൽകണേ തമ്പുരാനെ. തട്ടിക്കളയല്ല റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് ഇവിടെ മഹാനായ റബ്ബേ ചെറുചേരി ഉസ്താദ് അല്ലാഹുവേ ദറജ ഉയർത്തണേ അല്ലാഹ്. അവരോടൊപ്പം നാളെ ജന്നത്തിൽ ഫിർദൗസിൽ ജന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങൾക്ക് ഒത്തുചേരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ സമസ്തയായിരിക്കുന്ന പണ്ഡിതന്മാർ, റബ്ബേ ബഹുമാനപ്പെട്ട ആലക്കുടി ഉസ്താദ് ഇബ്രാഹിം ഉജ്ജുകോയ തങ്ങള്, റബ്ബേ പാലക്കാട് സീൽമാർ, റബ്ബേ അവർക്ക് ആയുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നിലനിർത്തണേ റബ്ബേ. സമസ്തയെ നിലനിർത്തണേ അല്ലാഹ്, നിലനിർത്തണേ അല്ലാഹ്. അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട് റബ്ബേ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. അല്ലാഹുവേ തിക്ക് സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഹാർട്ട് അറ്റാക്ക് നീ പരീക്ഷിക്കല്ല നാഥാ, റബ്ബേ മാരകമായ രോഗം നീ പരീക്ഷിക്കല്ല നാഥാ, പരീക്ഷിക്കല്ല തമ്പുരാനെ, പരീക്ഷിക്കല്ല നാഥാ. റബ്ബേ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് റബ്ബേ, ഞങ്ങളുടെ ജീവിതം നീ നന്മയിലൂടെ മുന്നോട്ട് പോകാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മശറാ വസബാ സിട്ടാവിന്റെ മുമ്പിൽ നന്മയും റബ്ബേ നന്മയിലൂടെ നീങ്ങിക്കൊണ്ട് നന്മയെ ഞങ്ങളുടെ നന്മയുടെ പറവകളെ പോലെ ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പാറിപ്പറക്കാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ തമ്പുരാനെ. റബ്ബേ സിറാത്ത് പാലം അല്ലാഹുവേ നിന്നിൽ വേഗതയിൽ കിടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിയാണ് അല്ലാഹുവേ, ഞങ്ങൾ വല്ലാതെ വേവലാതിയാണ്, ഞങ്ങൾക്ക് വിഷമമാണ് അല്ലാഹുവേ, ഞങ്ങൾ വല്ലാതെ റബ്ബേ മഴ നൽകണേ അല്ലാഹ്, മഴ വർഷിക്കണേ
മക്കളാക്കണേ അല്ലാഹ്. ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് കപ്പുകളോളം ഇഷ്ടപ്പെട്ട ആളുകൾ റബ്ബേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഇരു വീട്ടിലും രക്ഷ നൽകണേ അല്ലാഹ്. ഇവിടേക്ക് പോയ ആൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ നൽകിയ അസീസ് എന്ന് പറയുന്ന സഹോദരൻ റബ്ബേ സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. റബ്ബേ സമ്പത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. റബ്ബേ ആ സഹോദരന്റെ കുടുംബത്തെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ബർക്കത്ത് നൽകണേ തമ്പുരാനേ. അല്ലാഹുവേ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണേ അല്ലാഹ്. നീ സ്വാലിഹായ മക്കളാക്കണേ തമ്പുരാനേ. റബ്ബേ ഞങ്ങളുടെ മക്കളെ നീ വഴിപിഴക്കല്ല നാഥാ, വഴിപിഴപ്പിക്കല്ല തമ്പുരാനേ. റബ്ബേ ശൈത്താൻ വലയിലാക്കല്ല റബ്ബേ, ശൈത്താൻ വലയിലാക്കല്ല റബ്ബേ, ശൈത്താൻ വലയിലാക്കല്ല റബ്ബേ. അല്ലാഹുവേ ചോര നീരാക്കുന്ന ഒരുപാട് പ്രവാചികള്, ഈ പ്രോഗ്രാം ലൈവ് കണ്ടിരിക്കുന്ന ഒരുപാട് ആളുകള് റബ്ബേ പ്രവാചകരുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്ത ആളുകള് റബ്ബേ ജോലി നൽകണേ അല്ലാഹ്. റബ്ബേ സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. തിരിച്ച് നാട്ടിൽ എത്തിക്കൊണ്ട് കുടുംബത്തോട് സന്തോഷത്തോട് കഴിയാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ പാതിരാത്രി ഞങ്ങൾ കരമുയർത്തിക്കൊണ്ട് ചോദിക്കുന്നു റബ്ബേ ഞങ്ങളുടെ ദുആയെ സ്വീകരിക്കണേ അല്ലാഹ്. തട്ടിക്കളയല്ലേ റഹ്മാനേ, തട്ടിക്കളയല്ലേ റഹ്മാനേ. ഞങ്ങളുടെ സീനസ്താദ് തമ്പുരാൻ ഉസ്താദ് റബ്ബേ ദറജ ഉയർത്തണേ അല്ലാഹ്. ദറജ ഉയർത്തണേ അല്ലാഹ്. ദറജ ഉയർത്തണേ റബ്ബേ. അല്ലാഹുവേ തമ്പുരാൻ ഉസ്താദിനോടൊപ്പം നാളെ സ്വർഗ്ഗത്തിലേക്ക് കിടക്കാൻ റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ ദീനിനെ സമ്മതിക്കുന്ന ആളുകളുണ്ട് അല്ലാഹ്. അവരെ നീ തകർക്കണേ തമ്പുരാനേ, തകർക്കണേ നാഥാ. റബ്ബേ ദീനിനെതിരെ പോരാടുന്ന ആളുകള് റബ്ബേ അവരെ തൊട്ട് കാക്കണേ തമ്പുരാനേ, നീ കാക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആളുകളെ ഇന്ന് കബറിലാണ് റബ്ബേ ഇന്ന് പിന്നറിയുമുണ്ടായ ഞങ്ങളോടൊപ്പം സന്തോഷം പങ്കിട്ട ആളുകളെ കബറിലാണ്. വല്ല ശിക്ഷയുണ്ടെങ്കിൽ നീ ശിക്ഷ ഒഴിവാക്കണേ അല്ലാഹ്. റബ്ബേ സ്വർഗ്ഗത്തിന്റെ വിരിപ്പ് നീ വിരിച്ചു കൊടുക്കണേ തമ്പുരാനേ, വിരിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ ബന്ധപ്പെട്ടവരിൽ പലരും ഇന്ന് ഹോസ്പിറ്റലില്, പല രോഗം പിടിപെട്ടുകൊണ്ട് ഹോസ്പിറ്റലില് റബ്ബേ രോഗത്തിന് ശിഫ നൽകണേ അല്ലാഹ്. ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ സന്താനങ്ങളില്ലാത്ത ആളുകളുണ്ട്, മക്കളില്ലാത്ത 6, 7, 5 വർഷങ്ങളോളം കാത്തിരിക്കുന്ന ആളുകളുണ്ട് റബ്ബേ. ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബിയെ നൽകിയതുപോലെ റബ്ബേ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. സന്താനങ്ങൾ കനിഞ്ഞേകണേ റബ്ബേ. റബ്ബേ ഞങ്ങളുടെ കുടുംബം നീ ഇമ്പമുള്ളതാക്കണേ അല്ലാഹ്. ഇമ്പമുള്ളതാക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളിൽ പലരും ഡ്രൈവർമാരാണ് റബ്ബേ, വാഹനം ഓടിക്കുന്നവരാണ് റബ്ബേ. അപകടത്തിലാക്കല്ല റബ്ബേ, അപകടത്തിലാക്കല്ല റബ്ബേ, അപകടത്തിലാക്കല്ല റബ്ബേ. റബ്ബേ ഞങ്ങളുടെ മരണം നടുറോട്ടിലാക്കല്ല റബ്ബേ. അല്ലാഹുവേ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ സത്താറേ ഗഫൂറേ മജീദേ രാജസംഗീതായ അല്ലാഹുവേ പഠിപ്പിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പഠിപ്പിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ നാഫിയായ ഇൽമ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ കൂട്ടുകാർ
കൂർമ്മത നൽകണേ തമ്പുരാനെ, ബുദ്ധി കൂർമ്മത നൽകണേ തമ്പുരാനെ, ഹിഫ്ദ്